അപ്പോൾ നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 1 കാണണമെന്നുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ ചാനലിൽ കയറി നോക്കിയാലും കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ക്ലീനിങ് ഒക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ചിമ്മിണിക്കൂടാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. വിറകടുപ്പ് കത്തിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് പുക പിടിക്കും കേട്ടോ. കരിയും പുകയൊക്കെ ഉണ്ടാവും. അപ്പോൾ പുകയില്ലാത്ത അടുപ്പല്ല, സാധാ നമ്മൾ വിറകടുപ്പുണ്ടല്ലോ അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ നാട്ടിലുള്ള സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസം എല്ലാം ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ പുകയൊന്നും പിടിച്ചിട്ട് വൃത്തിയിടാവൊന്നുമില്ല. ഉപയോഗിക്കാതെ കിടക്കണോണ്ട് തന്നെ നന്നായിട്ട് മാറാലയും പൊടിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂലൊക്കെ എടുത്ത് നന്നായിട്ട് തട്ടിക്കൊട്ടി മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുത്തു ആദ്യം. ഈ അടുക്കളയിൽ 2 വീതം അടുപ്പുണ്ട് കേട്ടോ. പുകയില്ലാത്ത അടുപ്പുണ്ട്, വിറകടുപ്പുണ്ട്. അപ്പം അമ്മ കൂടുതൽ യൂസാക്കൽ വിറകടുപ്പിലാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കരിയും പിടിക്കാറുണ്ട്. കരിയും പുകയൊക്കെ ആയാലും പെട്ടെന്ന് തുടച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് നിന്ന് കഴിഞ്ഞാലൊക്കെ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ട് വരച്ചെടുക്കാൻ കേട്ടോ. ഇപ്പോൾ ക്ലോറക്സും പിന്നെ അതുപോലെ തന്നെ ഫെയറിയും കൂട്ടിങ്ങാണ്ടാണ് ഞാനിത് ഉരച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് ആ ഒരു അഴുക്കെല്ലാം അങ്ങോട്ട് പോകുന്നു. പാർട്ട് 1 വീഡിയോ അന്ന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എല്ലാം കൂടെ ഒന്നിച്ചൊന്നും എടുക്കാൻ കഴിയില്ലല്ലോ, ചെറിയ കുട്ടിയുള്ളത് കാരണം. അങ്ങനെ ഓരോ പാർട്ടായിട്ട് എടുക്കാമെന്ന് ഞാൻ കരുതിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിമ്മിണിൻ്റെ ഭാഗം സ്റ്റൗവിൻ്റെ അടിഭാഗമൊക്കെ ആയിട്ട് ഞാൻ ഇന്നാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അന്ന് പെയിൻറ്റിങ് കഴിഞ്ഞങ്ങാണ്ട് അങ്ങനെ ഉണങ്ങാൻ വേണ്ടി ഇട്ടേക്കായിരുന്നു. അപ്പോൾ ഇന്ന് ഓർഗനൈസ് ചെയ്യുകയും ചെയ്യാം, കഴിയുന്നിടത്തോളം എടുക്കാൻ പറ്റുന്നിടത്തോളം എടുക്കാമെന്ന് കരുതിങ്ങാണ്ടാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചിമ്മിണിക്കൂടിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടത്. നല്ല വെട്ടി തിളങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഏരിയയിലുള്ള പാത്രങ്ങളെല്ലാം വലിച്ചെടുത്തിട്ടോ. വേണ്ടതൊക്കെ വലിച്ചു വാരി അവിടെ കൊടുന്ന് വെച്ചേക്കാണ്. അപ്പോൾ ഉപയോഗിക്കുന്നത് മാത്രം എടുത്തുങ്ങാണ്ട് ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ചു വാരി ക്ലീനാക്കി തുടച്ചെടുത്തു കേട്ടോ. എന്നിട്ടാണ് ബാക്കി പാത്രങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് സെറ്റാക്കി വെക്കുന്നത്. ഒരു സൈഡിലായിട്ട് ഞാൻ മൺപാത്രങ്ങളാണ് വെച്ചത്. മൺപാത്രങ്ങളൊക്കെ ഒരു ഭാഗത്ത് തന്നെ വെച്ചു. അങ്ങനെ എല്ലാതും ഓരോ ഭാഗത്തായിട്ട് ഒന്നിച്ചാണ് വെച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ, ഓരോന്നിനും ഓരോ സെക്ഷനാക്കി വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ മൺപാത്രങ്ങളൊക്കെ ഒരു ഭാഗത്ത് വെച്ചു. പിന്നെ എണ്ണയും ഓയിലൊക്കെ ഞാൻ ഒരു ഭാഗത്തായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ താൽക്കാലികം ഞാനിതിങ്ങനെ വെക്കുകയാണ്. ഇനിയും ഒന്നും കൂടി ഓർഗനൈസ് ചെയ്യാനുണ്ട്. ഒക്കെ പുറത്തേക്ക് വലിച്ചിട്ടല്ല, അപ്പോൾ അതൊന്ന് ഒതുക്കി വെക്കുവാണല്ലോ എന്നുള്ളൊരു രീതിയിൽ പെട്ടെന്ന് എടുത്ത് വെച്ചതാണ്. പിന്നെ കുക്കറുകളൊക്കെ ഞാൻ ഒക്കെ ഈ ഭാഗത്തായിട്ട് വെച്ചു കേട്ടോ. ഇവിടെ ഒരുപാട് കുക്കറുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ട കുക്കറുകൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് വേറെ ഭാഗത്തേക്ക് മാറ്റി വെച്ചു. പിന്നെ അതുപോലെ തന്നെ കാസറോൾ ഒരുപാടുണ്ട്. അപ്പോൾ അതൊന്ന് എനിക്ക് വേണ്ട കാസറോൾ എടുത്തിട്ട് അത് ഇതുപോലെ മുകളിലായിട്ട് ഞാൻ വെക്കുകയാണ് ചെയ്തത്. പഴയ ജാറുകളൊക്കെ ഒന്ന് മാറ്റിയിട്ടോ. പുതിയ ജാറ് കൊടുന്നിട്ട് അതിലേക്കാണ് ഉലുവ, കടുക്, ജീരകം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇവിടെ അമ്മക്ക് ഒരുപാട് സാധനങ്ങൾ സ്പൈസസുകൾ വേണം. അപ്പോൾ അതിനൊക്കെ ഇതുപോലെ ജാറുകളും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 10-20 മേടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിലൊക്കെ കാലിയായിട്ടുള്ള ജാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളത് വേണമെങ്കിൽ ഇട്ട് വെക്കുകയോ ചെയ്യാലോ എന്ന് കരുതിയിട്ട് ഉള്ളതൊക്കെ ഓരോന്നിലാക്കിയിട്ട് ഇട്ടു. അങ്ങനെ പഴയ ജാറിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പുതിയ ജാറിലേക്ക് മാറ്റിയിട്ട് അതൊക്കെ നന്നായിട്ടൊന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥാനത്തേക്ക് മാറ്റി വെച്ചു. ജാറും മിക്സിയൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറുകളൊക്കെ താഴത്താണ് വെച്ചിട്ടുള്ളത്. മിക്സിക്കുള്ള പ്ലഗും അവിടെ തന്നെ ഇട്ടിട്ട് അടുത്ത് തന്നെ. അപ്പോൾ പിന്നെ മിക്സി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതുമ്പോൾ തന്നെ വെച്ചെങ്ങാണ്ട് അരച്ചെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ അത് വെച്ചിട്ടുള്ളത്. പിന്നെ മഞ്ഞൾ, മുളക്, മല്ലിയൊക്കെ ഇപ്പോൾ താൽക്കാലികം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇനി അതൊക്കെ വേറെ ഭാഗത്തേക്ക് മാറ്റണം. അപ്പോൾ പുറത്തേക്ക് വലിച്ചെടുത്തതൊക്കെ ഒന്ന് ഉള്ളിൽ തന്നെ വെക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ വെച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ ജാറുകളൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ, ചെറിയ ജാറുകൾ മാത്രമേ മാറ്റിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ പഴയത് തന്നെയാണ്. ഇനി അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് മേടിച്ച് കൊണ്ടുവന്നിട്ട് വേണം അതൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കാൻ. ഇപ്പോൾ താൽക്കാലികം ഇങ്ങനെ വെക്കുകയാണ്. പിന്നെ ഇപ്പോഴും ഈ ഒരു ക്ലീനിങ് വീഡിയോ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കിച്ചണിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ഭാഗങ്ങൾ മാത്രമായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാർട്ട് 1, അതുപോലെ ഈ പാർട്ട് 2 സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.